സ്വാഗതം ഇൻസൈറ്റിലേക്ക്. പേൽഗാമിലുണ്ടായ ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ പ്രതികരണം എന്നോണം പാകിസ്ഥാൻ നടത്തിയ കടന്നുകയറ്റങ്ങൾ, അതിന് ഇന്ത്യ നടത്തിയ തിരിച്ചടി, ഇങ്ങനെ പല സംഭവങ്ങൾക്ക് ശേഷം രാജ്യം രാജ്യവികാരം അല്ലെങ്കിൽ ദേശീയ വികാരം എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. രാഷ്ട്രമാണ് വലുത്, അതിനുശേഷമേ രാഷ്ട്രീയം വരൂ എന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസം പറയുന്ന കാഴ്ച നമ്മൾ കേട്ടു. ശശി തരൂർ സർക്കാരിൻ്റെ ഓഫർ പാർട്ടിയോട് പറയാതെ സ്വീകരിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടു. അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ വരാനിടയുള്ളൊരു വിമർശനം രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് സർക്കാരിനെതിരായ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശന സ്വരങ്ങളെപ്പോലും ടാർഗറ്റ് ചെയ്യാൻ ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ അലി ഖാൻ മഹ്മൂദാബാദ്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ച ഒരു ചെറിയ കുറിപ്പ് കേണൽ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗിനെയും ഉപയോഗിച്ച് ഇന്ത്യ സൈനിക നടപടി വിശദീകരിക്കാൻ ശ്രമിച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആ കുറിപ്പ്. അത് കൊടുക്കുന്ന സന്ദേശത്തെക്കുറിച്ചാണ് ആ കുറിപ്പ്. അതിൻ്റെ കൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു, ഇത്തരം നടപടികൾക്ക് തയ്യാറാവുന്ന ഭരണകൂടം മോബ് ലിഞ്ചിങ് അതുപോലെയുള്ള എന്താ പറയുക, വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ഭാഗമായി നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായവരെ കൂടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് ഹിപ്പോക്രസി ആയിട്ട് തോന്നും എന്ന് അദ്ദേഹം കുറിച്ചു. ഉടനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഡൽഹിയിലെ അദ്ദേഹം അശോക യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്, രാഷ്ട്രാന്തര പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഹരിയാന പോലീസ് ഇടിച്ചു കയറുന്നു. ഡൽഹിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇത് ഒരു ഭാഗത്ത് നടക്കുന്നു. വേറൊരു ഭാഗത്ത് ഇതേ കേണൽ സോഫിയ ഖുറേഷി ഭീകരവാദിയുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ, അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിക്കും BJPയോ ആ സർക്കാരോ ഒന്നും തയ്യാറാവുന്നില്ല, പോലീസും തയ്യാറാവുന്നില്ല. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ അദ്ദേഹം പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പറയുന്നു അങ്ങനെ റദ്ദാക്കാൻ പറ്റില്ല കേസ്, അറസ്റ്റ് തൽക്കാലം തടയുന്നു, ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊരു പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഈ പൊതുവിൽ ഒരൊറ്റ നറേറ്റീവ്, ഒറ്റ വ്യാഖ്യാനമോ ഒറ്റ രീതിയിലുള്ള സംസാരമോ മാത്രമേ ഇപ്പോൾ രാജ്യത്ത് പാടുള്ളൂ എന്നൊരവസ്ഥ പെഹൽഗാം ഭീകരാക്രമണത്തിനും അതിനുശേഷമുണ്ടായ സൈനിക നടപടിക്കുമെല്ലാം അതിനൊക്കെ തുടർന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ്. എന്ത് തോന്നുന്നു ദാമോദർ പ്രസാദിന് ഇപ്പോൾ ഡോക്ടർ അലി ഖാൻ അദ്ദേഹത്തിനെതിരായ നടപടി, അതിനെ നമ്മൾ എങ്ങനെ കാണുക? അതായത് പുതിയൊരു സാഹചര്യത്തിൽ ഒരു കാര്യവും പറയാൻ പാടില്ല, ഭരണകൂടത്തിനെതിരെ വിമർശിക്കാൻ പാടില്ല, ഭരണകൂടം ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പാടില്ല, ഭരണകൂടം പറയുന്നതൊക്കെ ശരിയാണ് എന്ന് പറയേണ്ട ഒരവസ്ഥ ഈ സൈനിക നടപടിക്കൊക്കെ ശേഷം രാജ്യത്തുണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കേണ്ടി വരും. കാര്യം ഒരു പുതിയ നോർമൽ സൃഷ്ടിക്കാനുള്ള ഒരു സംവിധാനം ഇതിൻ്റെ അകത്ത് വളരെ ആസൂത്രിതമായി നടക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യയിൽ പഹൽഗ്രാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഭീകര കേന്ദ്രങ്ങൾക്ക് പാകിസ്ഥാനിൽ നടന്ന ആക്രമണത്തിനെതിരെ അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾക്ക് നടന്ന ആക്രമണത്തിനെ പിന്തുണയ്ക്കുകയും എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് വെച്ചിട്ട് പിന്തുണയ്ക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് സർവകക്ഷി ഒരു സംവിധാനം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായതും ഇന്ത്യയിലെ മാധ്യമങ്ങൾ എല്ലാവരും ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യത്തിൽ സ്വാഭാവികമായിട്ടും വിയോജിപ്പുകളുണ്ടാകും, അതിനെക്കുറിച്ച് സംശയമുണ്ടാകും. സർക്കാരിനോട് ഏത് കാലത്തും എല്ലാ കാലത്തും ഈ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിക്കും, അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാകും. അത് ജനാധിപത്യ സംവിധാനത്തിലാണ്. ചില സൈനിക രഹസ്യങ്ങൾ ചിലപ്പോൾ പുറത്തുവിടാൻ പറ്റാത്തതായിരിക്കും. അതല്ലാത്ത പല കാര്യങ്ങളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷം ചോദിക്കാനും ജനാധിപത്യ ശക്തമായ രാജ്യമാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ അതേ അഭിപ്രായമല്ല ഇത്. ഇവിടെ പ്രത്യേക ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ താല്പര്യം എല്ലാവരും ഉയർത്തിപ്പിടിച്ചാണ്. അതിൽ സംശയലേശം എല്ലാവർക്കും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാവരും ആ വഴി തന്നെയാണ് പോയത്. ഒരു സംശയം ആർക്കും വേണ്ട ആവശ്യമില്ല. അതേസമയം തന്നെ ഇതായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തുടർന്ന് വരുന്ന സമയത്ത് ചില സംശയങ്ങൾ ഉന്നയിക്കാൻ ബാധ്യതയുണ്ട്, പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. അത് സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തന്നെ ഉന്നയിക്കുന്നത്. അതൊരു വശത്ത് നടക്കുന്നു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ സംഭവത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് വളരെ ശരിയായ വിധത്തിൽ അത് ഒരുപക്ഷെ ലോകശ്രദ്ധ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗിനെയാണ് ആദ്യം ഈ കാരണം വിശദീകരിക്കാൻ വേണ്ടി ഇന്ത്യ സർക്കാർ നിയോഗിച്ചത്. അത് എല്ലാവരും സ്വാഗതം ചെയ്താണ്, വളരെ അംഗീകാരം കിട്ടിയതാണ്, ഒരു സവിശേഷത ഇതിനകത്തുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്ന കാര്യം, മധ്യപ്രദേശിലെ BJP സർക്കാർ മന്ത്രി, അയാൾ മന്ത്രിസ്ഥാനത്തിരിക്കുകയാണ്, സർക്കാരിൻ്റെ ഭാഗമാണ്,
വളരെ മോശം രീതിയിൽ സോഫിയ ഖുറേഷിയെക്കുറിച്ച് പരാമർശം നടത്തുന്നു. അതൊരു വിദ്വേഷജനകമായ പരാമർശം നടത്തുന്നു. ആ വിദ്വേഷജനകമായ പരാമർശത്തിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ BJP കേന്ദ്രത്തിന് നേതൃത്വത്തിൽ ചില ആൾക്കാർ പറഞ്ഞു എന്നല്ലാതെ ശക്തമായിട്ട് താക്കീതുണ്ടായിട്ടില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യാവുന്ന കാര്യം ആ സ്ഥാനത്ത് അദ്ദേഹം നീക്കുകയാണ്. ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നീക്കുകയും നടപടിയെടുക്കുകയും ചെയ്യാണ്. ആ നടപടി എടുക്കാതിരിക്കുകയും സ്ഥാനത്ത് നീക്കം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി കേസെടുക്കുകയും ഹൈക്കോടതി കേസ് എന്താണ് സുപ്രീം കോടതിയിൽ വിജയ് ഷാ പോകുന്നു. സുപ്രീം കോടതി പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് SIT കോൺസ്റ്റിറ്റ്യൂട്ടീവ് മാത്രമല്ല രാജ്യത്തിന് അപമാനമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി ഒരു മന്ത്രിയെക്കുറിച്ച് രാജ്യത്തിന് അഷെയിംഡ് ഓഫ് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് നോക്കാനുള്ള നടപടി എടുക്കാമെന്നാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നതിനാണ് ദുരൂഹമായിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ആഖ്യാനത്തെ ആരാണ് തെറ്റിക്കുന്നത്? രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഇവിടെ എല്ലാവരും ഒരുമിച്ച സമയത്ത് ആരാണ് അതിന് വഴിമാറിപ്പോകുന്നത്? സോഫിയ ഖുറേഷിയെ പ്രധാനമായും വ്യോമിക സംഘിനെ കൊണ്ടുവന്ന സർക്കാർ നടപടിക്കെതിരെ ആരാ തിരിഞ്ഞു പോകുന്നത്? ആരെ വ്യത്യസ്തമായ രീതിയിൽ വഴി തിരിച്ചു വിടുന്നത്? അപ്പോൾ വിദ്വേഷം എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഇതിനെന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? അപ്പോൾ ഇത് ഈ ലോകത്തിനുള്ള സന്ദേശം എന്താണ്? ഈ വാർത്ത പുറമേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇത് പുറമേ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യം. സുപ്രീം കോടതി എന്ന് പറഞ്ഞ കാര്യം അഷെയിംഡ് ഓഫ് ഈ മിനിസ്റ്റർ എന്ന് പറയുന്ന സംഭവം ലോകം മുഴുവൻ അറിയാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് പുലർത്തേണ്ട ചുമതലയുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്തു തന്നെ ആയിക്കോട്ടെ, ഗവൺമെൻറ് ചില പുലർത്തുണ്ട്. കാര്യം ഗവൺമെൻറ് ഇവിടെ എല്ലാവരുടെയും പൊതു ഐക്യം നിലനിർത്താൻ വേണ്ടി ബാധ്യതപ്പെട്ട ഗവൺമെൻറ്, നമ്മുടെ ഈ സുരക്ഷയും നമ്മുടെ എല്ലാ തരത്തിലും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് ഈ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നത് അല്ലെങ്കിൽ നിലപാടെടുക്കാതിരിക്കുന്നത്, വ്യത്യസ്ത നിലപാടെടുക്കാതിരിക്കുന്നത് ഗൗരവമായ വിഷയമാണ്. ആ കാര്യത്തിൽ നിലപാട് ഉടനെ തന്നെ എടുക്കേണ്ടതാണ്. മാത്രമല്ല ആ സ്ഥാനത്താണ് പുറത്താക്കാൻ ഉറപ്പുവരുത്തേണ്ടത്. ഇത് മാത്രമല്ല, ശശി തരൂരിനെ പോലെ പ്രധാനപ്പെട്ട ഒരു MP, ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള MP ഈ സർവകക്ഷി ഇതിൻ്റെ ഭാഗമാകുമ്പോൾ ശശി തരൂർ മാത്രമല്ല, അത് E.T. മുഹമ്മദ് ബഷീറിനും ജോൺ ബ്രിട്ടാസിനൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഈ വിഷയത്തിൽ. ഈ പ്രശ്നം ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം അത് ആഭ്യന്തരമായി ഉന്നയിക്കുന്ന കാര്യം, പുറത്തുപോയി ഉന്നയിക്കേണ്ടല്ല. കാര്യം പുറത്തുപോയി ഇന്ത്യയുടെ നയമാണ് വിശദീകരിക്കാൻ പോകുന്നത്, ഭീകരതയ്ക്കെതിരെ നയമാണ് വിശദീകരിക്കുക. പക്ഷേ ആഭ്യന്തരമായിട്ട് ഈ കാര്യം നടന്നതിനെക്കുറിച്ച് വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്, ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട്. കാര്യം അതാണ് ഇന്ത്യ. ഇന്ത്യ എന്ന ആശയത്തോട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാര്യം ഇന്ത്യ വിരുദ്ധമായൊരു അഭിപ്രായമാണ് BJP മന്ത്രി പറഞ്ഞത്. തികച്ചും ഇന്ത്യ വിരുദ്ധമായ അഭിപ്രായം. കാര്യം ഇന്ത്യ വിരുദ്ധ അഭിപ്രായം പറയേണ്ടൊരു ഘട്ടമല്ല അത്. അങ്ങനെ ആദ്യമായി ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ട് ആ രീതിയിൽ അപമാനിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ സൈന്യ സേവനത്തിന് അപമാനിക്കുന്ന വിധത്തിൽ അഭിപ്രായം പറഞ്ഞത് ഈ വ്യക്തിയാണ്. റൈറ്റ്. അപ്പോൾ അതിലൊരു നടപടി എടുക്കുന്നില്ല. അതേസമയം ഇപ്പുറത്ത് ഈ എന്താ പറയുക, സോഫിയ ഖുറേഷി ആണെങ്കിലും ഭൂമിക സിംഗ് ആണെങ്കിലും അവരെ നിയോഗിച്ചതിനെ സ്വാഗതം ചെയ്യുകയും, എന്നാൽ നിങ്ങളിത് ചെയ്യുന്ന ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്ത് നടക്കുന്നുണ്ട്, നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഇതിനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുന്നത്, മോബ് ലിഞ്ചിങ്ങിനെതിരെ നടപടിയെടുക്കണം എന്ന് പറയുകയും ചെയ്ത് അതിൽ വലിയ നടപടി ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും റൊമീല താപ്പറും രാമേന്ദ്ര ഗുഹയെ കടന്ന ആൾക്കാർ അവരുടെ പ്രതിഷേധക്കുറിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊരു വൈചിത്രം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അശോക യൂണിവേഴ്സിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ ഈ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്തത്, സർക്കാർ ആദ്യം പുലർത്തിയ റെസ്ട്രെയിനെ കുറിച്ച് വളരെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ നടപടി ഒരു ഘട്ടത്തിലും വിമർശിക്കുന്നതിൻ്റെ അകത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഘട്ടത്തിലും ഒരു വാക്കിൽ പോലും സർക്കാർ വിമർശിക്കുന്നില്ല. ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ കാര്യം കേരളത്തിൻ്റെയും ഇന്ത്യക്കകത്ത് പലരും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അതായത് ഈ ഭീകരതയ്ക്കെതിരെയുള്ള വളരെ ശരിയായ നിലപാട്. മാത്രമല്ല അതിലേക്കത്ത് പറയുന്നുണ്ട്, പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്നും ഈ ഡോക്ടർ അലി പറയുന്നുണ്ട്. കാര്യം ഇന്ത്യയുടെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും, പാകിസ്ഥാൻ നടത്തുന്ന ഭീകരപ്രവർത്തനത്തിൽ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഒരു കാര്യം പറയുന്നത് ഇന്ത്യയിലെ ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന കാര്യം നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രവർത്തനമാണ് മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകം. ആൾക്കൂട്ട കൊലം BNS വരെ കുറ്റകൃത്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ BNS നിയമപ്രകാരം ആൾക്കൂട്ട കൊലപാതകം കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം ആൾക്കൂട്ട കൊല സമയത്ത് ഈ നിലപാടെടുക്കണം. സർക്കാർ അത്തരം വിഷയങ്ങൾ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു പറയുമ്പോൾ അതിന് ശരിയുണ്ട്, അതൊരു രാഷ്ട്രീയമായി ശരിയുണ്ട്. അതിൻ്റെ പേരിൽ വനിതാ കമ്മീഷൻ്റെ അകത്ത് എങ്ങനെ കടന്നു വരുന്നത് മനസ്സിലാവും. വനിതാ കമ്മീഷൻ നടപടി എടുത്തിട്ടുണ്ട്. ഹരിയാന വനിതാ കമ്മീഷൻ നടപടി എടുക്കുന്നത്. വനിതാ കമ്മീഷൻ പറയുന്നത് സ്ത്രീകളുടെ അന്തസ്സിനെ ഇടിച്ചു വിധത്തിലാണ് ഈ പരാമർശം എന്നാണ് വനിതാ കമ്മീഷൻ കണ്ടെത്തൽ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പോസ്റ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരിടത്ത് പോലും അത്തരം യാതൊരു പരാമർശമില്ല. എന്നിട്ട് ആ കമ്മീഷൻ നോട്ടീസ് അയക്കുന്നു. നോട്ടീസ് അയച്ചിട്ടും കമ്മീഷന് മുമ്പിൽ ഹാജരായില്ല എന്ന് പറഞ്ഞ് പോലീസിനെ സമീപിക്കുന്നു. ആ കേസിലും കൂടെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതെ. അപ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരതയും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിലും
ഇന്ത്യയിലെ ഓരോ പ്രാതിനിധ്യവും ഓരോ സമുദായത്തിൻ്റെയും പ്രാതിനിധ്യം എങ്ങനെ ഇന്ത്യയുടെ ഐക്യത്തിന് പ്രധാനമാവുന്നതെന്ന് ഗവൺമെൻറ് തന്നെ മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ ഇത്തരം അബരേഷൻസ് വളരെ തികച്ചും ഇന്ത്യയുടെ ഒരു സവിശേഷ സാഹചര്യം വ്യത്യസ്തമായി പോകുന്നതിനെതിരെ അത് ഒട്ടും തന്നെ ഗുണകരമല്ല. കാര്യം ഇത് ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നിലനിൽക്കുന്ന ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നിലനിൽക്കുന്നുണ്ട്. ആ സന്ദേശം വിരുദ്ധമായിട്ടാണ് വരുന്നത്. ഇന്ന് സർവകക്ഷി യോഗം ലോകത്ത് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യയുടെ ഐക്യ സന്ദേശമായിട്ടാണ് പോകുന്നതെങ്കിൽ ആ സന്ദേശം വിരുദ്ധമായിട്ടുള്ള കാര്യം ലോകം തിരിച്ചറിയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ലോകം തിരിച്ചറിയുക കാര്യം ഇത് ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യം എന്നുള്ളത് കൊണ്ട് രഹസ്യം നിൽക്കുന്ന കാര്യമല്ല. ഒരു പൊളിറ്റിക്കൽ സയൻസ് അശോക യൂണിവേഴ്സിറ്റി പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ഇന്ന കാര്യം കൊണ്ട് ആൾക്കാർ ചോദിക്കില്ല എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, അയാളെന്ത് തെറ്റാ ചെയ്തത്. അതേസമയം വളരെ പരസ്യമായിട്ട് തന്നെ വിദ്വേഷം പ്രകടിപ്പിച്ച ആൾ അവിടെ അധികാരത്തിൽ വിരാജിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ട് നിലനിൽക്കുന്നുള്ളത് രാഷ്ട്രീയമായിട്ട് കാര്യം തന്നെ മനസ്സിലായി. അതായത് ഭരണകക്ഷിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് എന്തും വിമർശിക്കാനുള്ള അധികാരം, അവർക്ക് എന്തും പറയാനുള്ള അധികാരം. അതേസമയം അതിനെതിരെ ജനാധിപത്യപരമായിട്ട് എന്തും വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാർ സ്ഥിതിപരവും മതേതര അടിസ്ഥാനത്തിലും ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന എല്ലാവിധ അവകാശവും ഉറപ്പായിക്കൊണ്ട് ചോദ്യം ചെയ്യുന്ന ആൾക്കാർ കുറ്റക്കാരാവും എന്നൊരു സ്ഥിതിവിശേഷം. ഇത് പറയുമ്പോഴേ ഇപ്പോൾ വിജയ് ഷായ്ക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്രവും സംസ്ഥാനവും മധ്യപ്രദേശും ഒക്കെ ഭരിക്കുന്ന പാർട്ടിയുടെ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സംവിധാനത്തിൻ്റെ ഏതാണ്ടൊരു അതോറിറ്റേറിയൻ രീതിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് വിജയ് ഷായ്ക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അതിനൊരു വേറൊരു അർത്ഥം കൂടി ഉള്ളത് ഈ സംവിധാനത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ രാജ്യത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ ഭാഗമാണ്. ബാക്കിയുള്ളത് മാത്രം, അതായത് ഇപ്പോൾ രാജ്യം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരിക്കുന്ന സംവിധാനം പറയുന്നത് എന്തോ അതാണ്. അതിനെതിരായ വിമർശനങ്ങൾ, അത് ഭരണകൂടത്തിനെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയോ ഒക്കെ എതിരായിട്ട് നടത്തുന്ന വിമർശനങ്ങൾ അത് രാജ്യത്തിന് വിരുദ്ധവുമാണ് എന്ന് പറയുന്ന ഒരു കൃത്യമായ വിവേചനം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഈ നടപടികളിലൂടെ. രണ്ടാമത്തെ കാര്യം ഒറ്റ കാര്യം മതി. അതായത് എന്താണോ ഭരണകൂടം പറയുന്നത് അത് ആവർത്തിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. വേറൊരു ചോദ്യവും നിങ്ങൾ ചോദിക്കേണ്ടതില്ല, അല്ലെങ്കിൽ വേറൊരു വിമർശനവും നിങ്ങൾ നടത്തേണ്ടതില്ല. ഈ മെസ്സേജാണ് സമൂഹത്തിനും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഭരണകൂടം കൊടുക്കുന്നത്. അത് ഒരുപക്ഷെ കോവിഡ് പോലെ സാഹചര്യത്തിൽ വന്ന ഒരു സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാര്യം ആ പ്രത്യേക സാഹചര്യത്തിൽ ഭരണകൂടം അനുശാസിക്കുന്ന എന്തോ അത് മാത്രം പറയാൻ ബാധ്യതപ്പെടുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അകത്ത് രാജീവ് പറഞ്ഞാൽ അതാണ് അവർ ഉദ്ദേശിക്കേണ്ടത്. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മൾ കാണേണ്ട കാര്യം ഈ ഡോക്ടർ അലി എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്രതിസന്ധിപ്പെടുത്തുന്നത്? എന്തെങ്കിലും രാജ്യവിരുദ്ധമായൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ഭരണകൂടത്തിൻ്റെ നയത്തിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചെതിരെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, അതുപോലെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, കാശ്മീരിലെ ഈ പെഹൽഗാമിൽ ഭീകരാക്രമണത്തെ അയാൾ ന്യായീകരിക്കുകയായിരുന്നെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ തെറ്റായ ഇന്ത്യൻ താല്പര്യങ്ങൾ വിരുദ്ധമായി പറയുകയാണെങ്കിൽ നടപടിയെടുക്കാൻ മനസ്സിലാക്കാം. അതൊന്നുമില്ലാതെ ഇതിനെ അംഗീകരിക്കുകയും അതിനെ മാതൃകാപരമെന്ന് പറയുന്ന ആളെ ആ പേരിൻ്റെ ഒറ്റ കാരണം കൊണ്ടല്ല വേറെ നമ്മൾ കാണാൻ സാധിക്കുക. ആ പോസ്റ്റ് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പോസ്റ്റിൻ്റെ പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മറ്റ് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അകത്ത്. പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാര്യത്തിൽ മനസ്സിലാക്കുന്ന കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യം പറയുന്നതാണ്. ഒരു ഇന്ത്യൻ പൗരൻ പറയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇന്ത്യൻ പൗരൻ പറഞ്ഞ വളരെ സെക്യുലറിസ്റ്റിൻ്റെ അടിസ്ഥാനം ഇന്ത്യൻ പൗരൻ ആ പേര് കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഇന്ത്യ നൽകുന്ന സന്ദേശത്തിന് വിരുദ്ധമായി തീരല്ലേ? അതൊക്കെ ഒരു ഗുണകരമായിട്ട് രാഷ്ട്രീയത്തിന് ഒട്ടും തന്നെ ഗുണകരമായിട്ട് രാഷ്ട്രീയം. പക്ഷേ ഇവിടെ പ്രതിഷേധിക്കേണ്ടത് പ്രതിപക്ഷം തീർച്ചയായും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ വിഷയം കപിൽ സിബൽ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കതിപ്പോൾ എന്താണ് സുപ്രീം കോടതി നിരീക്ഷണം നമുക്ക് കാത്തിരിക്കാം. പക്ഷേ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇന്ത്യയിലെ പൗരസമൂഹത്തിൽ പ്രധാനപ്പെട്ട അക്കാഡമിക്കുകളും ബുദ്ധിജീവികളും എഴുത്തുകാരൊക്കെ തന്നെ ശക്തമായി പ്രതിഷേധിക്കാനുള്ള കാരണം ഈ വിഷയത്തിൽ അവർ ഈ ഗൗരവമായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേര് നോക്കി ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥ. അതേസമയം വളരെ വിദ്വേഷജനകമായ അഭിപ്രായം പറയുന്നത് ഇത് പത്രങ്ങൾ അവരെ തലക്കെട്ടായി കൊണ്ടുപോകുന്നുണ്ട്. രണ്ട് തരം നീതിയെക്കുറിച്ച്, രണ്ട് തരം സമീപനെക്കുറിച്ച്. ഇത് ഒരു രാജ്യത്തിൻ്റെ ഒരു അന്തസ്സിനെ കെടുത്തുന്നതാണ്. വാസ്തവം പറയുന്നത് രാജ്യം ഇപ്പം നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പം നിൽക്കുന്ന ഒത്തൊരുമയെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും പാർലമെൻറ്റ് കൂടിയിരുന്ന ഈ പ്രശ്നം ആരെങ്കിലും ഉന്നയിക്കുമായിരുന്ന കാര്യം. രാജ്യം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഐക്യം ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നടപടിയെ അംഗീകരിച്ചുകൊണ്ട് രാജ്യം കാണിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിമർശനം ഉന്നയിക്കാൻ സാധ്യമായ രാഷ്ട്രീയ പാർട്ടികൾ പോലും ശബ്ദം പാലിച്ചുകൊണ്ട് ഇതിനോട് ഐക്യപ്പെടുകയാണ് ചെയ്തത്. കാര്യം ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഇത്തരം ഒരു ഐക്യം നിൽക്കുമ്പോൾ ലോകത്തിന് കൊടുക്കുന്ന ഐക്യത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഭാഗമാണല്ലോ സർവകക്ഷി പെട്ട ആൾക്കാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് പല രാജ്യങ്ങളും സന്ദർശിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ളൊരു ഏർപ്പാടാണ് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഗവൺമെൻറ് ഈ സമീപനമാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ സർവകക്ഷി സംഘത്തെ അയക്കുന്നു. ശശി തരൂരിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും ഒക്കെ കേന്ദ്ര സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷമാണ് അവരെയാണ് അറിയിക്കുന്നത്. അവരെ അങ്ങനെ തീരുമാനിച്ചാൽ പോരാ,
രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ ആരാണ് പ്രതിനിധി എന്ന് നിശ്ചയിച്ചിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും വേണം. ഇതൊക്കെയാണ് ഒരു ജനാധിപത്യത്തിലെ മര്യാദ. ഇതൊന്നും പറയാൻ തൽക്കാലം യാതൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളൊരു സൗകര്യം കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഉണ്ട്, ഈ സാഹചര്യം കൊടുക്കുന്ന സൗകര്യം. അതിനൊപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേട്ടം ഉണ്ടാക്കാനുള്ളൊരു ഒരു ചാൻസായിട്ട് കൂടെ ബി ജെ പി ഇതിനെ കാണുന്നില്ലേ? അതിനുവേണ്ടി ഇത് ഉപയോഗിക്കുന്നില്ലേ? ഒരുപക്ഷെ ഈ സർവകക്ഷി സംഘം പോലും ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഈ പാർട്ടികൾക്കിടയിൽ ഒരു കാലുഷ്യം ഉണ്ടാക്കാനുള്ളൊരു അവസരം, അതുവഴി മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് കേന്ദ്രത്തിനൊപ്പം എന്നുള്ളൊരു ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഒരു സൗകര്യം, കേന്ദ്രം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു സൗകര്യം. ഇപ്പോൾ പെഹൽഗാമിൽ പോലും ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ചോ ഒരു ചോദ്യവും ഉണ്ടാകാതിരിക്കുന്നൊരു സാഹചര്യം. ഇങ്ങനെ പല അഡ്വാൻറ്റേജ് ഈ പറയുന്ന ബി ജെ പി പ്രത്യക്ഷത്തിൽ അത്ര അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം. കാര്യം മാധ്യമങ്ങൾ പൊതുവിൽ ഗവൺമെൻറ് മുഖ്യധാര മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷവും ഒരു യുദ്ധവെറി പ്രകടിപ്പിച്ച മുഖ്യധാര മാധ്യമങ്ങൾ ഗവൺമെൻറ് ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായ അഡ്വാൻറ്റേജ് തന്നെ. പക്ഷേ ഇവിടെ ബി ജെ പിയും കേന്ദ്രത്തെ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം, ഇന്ത്യയിലെ സംവിധാനത്തിനകത്ത് ഇത് ഇത്തരം വ്യാഖ്യാനങ്ങൾ സമൂഹം നിലനിൽക്കും. ഈ ബി ജെ പി ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നടപടിയിൽ ഭരിക്കുന്ന കക്ഷിയെ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അത് സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഒരു അന്തസ്സുണ്ട് ഗവൺമെൻറ്. ആ അന്തസ്സ് നിലനിർത്താവുന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചതിന് ശേഷം ആരാണ് അവരുടെ പ്രതിനിധികൾ, അവരെ അയക്കാൻ ആ പാർട്ടികളെ പറഞ്ഞാൽ ഈ അന്തസ്സ് ഉയരുമായല്ലേ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇപ്പോൾ ആസൂത്രിതമായിട്ടൊരു നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ നേട്ടം അത്ര ഒരു ചെറിയ ഇടുങ്ങിയ നേട്ടമാണ്. മറിച്ച് തിരിച്ചായിരുന്നെങ്കിലോ, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ പ്രതിനിധിയെ വിടില്ല പറഞ്ഞു, ഞങ്ങളാ തീരുമാനിക്കുന്ന പ്രതിനിധി എന്ന് പറയാനുള്ള ചങ്കൂറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ എല്ലാ പാർട്ടികളും അങ്ങനെ പറയണമെന്നില്ല. കാര്യം എല്ലാ പാർട്ടികളും കാണിക്കുന്ന ഒരു മര്യാദയും മാന്യതയുടെ കാര്യത്തിൽ കാര്യം സർക്കാർ സമയത്തെടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുന്നത്. അതേ സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയും കാണിക്കേണ്ട. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരാണെന്ന് തീർച്ചയായും ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിക്കാമായിരുന്നു. നിർദ്ദേശിച്ചാൽ കോൺഗ്രസ് എൻഡോഴ്സ് ചെയ്യും. എൻഡോഴ്സ് ചെയ്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു പക്ഷേ മറുപടി പറയേണ്ടി വന്നേനെ. പക്ഷേ അവരോട് ചോദിക്കാമല്ലോ. ഓരോ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്ന എംപിമാരാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിൽ മത്സരിച്ച് ജയിച്ചു വന്ന എംപിമാരാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്നൊരു പാർട്ടി സിസ്റ്റമാണ്. ആ പാർട്ടി സിസ്റ്റം ഇപ്പോൾ ബി ജെ പിക്കും അത് തന്നെയാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രതിനിധി ആരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. ആ ഒരു ജനാധിപത്യ സംവിധാനം നടക്കുന്ന പ്രക്രിയയിൽ ഇന്ന ആളെ ഞങ്ങൾക്ക് പ്രതിനിധിയെ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഇൻഫോർമലി ആ രീതിയിൽ പലതരത്തിലുള്ള ടോക്കും ജനാധിപത്യത്തിന് സാധ്യത, പ്രത്യേകം അന്നൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് വന്നേനെ. ആ ഒരു കൂട്ടായ്മ എത്രമാത്രം അന്തസ്സ് ഇപ്പോൾ ഇത്തരം ഒരു അഭിപ്രായ വ്യത്യാസത്തിന് പോലും ഇട നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ശശി തരൂരിൻ്റെ അഭിപ്രായം കൂടി കാണുന്നത്. ശശി തരൂരിൻ്റെ അകത്ത് പറഞ്ഞൊരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തിനാണ് പ്രധാനം വെച്ചാൽ അതിൻ്റെ ഒരു ധ്വനി വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലല്ല താല്പര്യം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് താല്പര്യം. തെറ്റാണ്. കാര്യം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഇന്ത്യയിൽ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അംഗീകൃതമായ രാഷ്ട്രീയ പാർട്ടി ഗവൺമെൻറ് നയത്തിനെതിരെ നിലപാടെടുത്തിട്ടില്ല. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ടാകാം. അത് ജനാധിപത്യം ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ സർക്കാർ നയങ്ങൾക്കെതിരെ ഒരാൾ പോലും സമീപനം എടുക്കാൻ സ്ഥിതിക്ക് അവരൊരുമിച്ച് അതാണല്ലോ സബ് കെ സാത്ത് പറഞ്ഞത്, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. അതിന് പകരം ഒരു ഏകാധിപരായ രീതിയിൽ എല്ലാ പാർട്ടികളുടെ പുറത്തും അങ്ങോട്ട് ഇമ്പോസ് ചെയ്യും. അത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അത് നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്ന സമയത്ത് തരത്തിൽ നേട്ടമാണോ ഉള്ള കാര്യം ചോദിക്കും. കാര്യം അത് ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഒരു ഗുണകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അതിൻ്റെ ഒരു പ്രത്യക്ഷത്തിൽ നേട്ടമായി തോന്നാം, അല്ലെങ്കിൽ ഒരു മേധാവിത്വം കാണിച്ചു തന്നാൽ. പക്ഷേ എല്ലാവരും ആ നിലയിലായിരിക്കും സ്വീകരിക്കുന്നത്. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യം പറയാം. അതുകൊണ്ടാണ് തൃണമൂൽ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം മനസ്സിലാക്കുക, അവർക്കത് പറയാൻ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ആ രാഷ്ട്രീയം വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. കാരണം ഇത് വേറൊരു തലത്തിൽ ഒരു യുദ്ധവെറിയോളം വളരുന്ന ഒരു ദേശീയത പരിപോഷിപ്പിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അവിടെ നമുക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ക്രൈസിസിലേക്ക് ഇപ്പോൾ പോയത്. കാരണം ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു, ബാക്കി പാർട്ടി ഇപ്പോൾ ടി മുഹമ്മദ് ബഷീർ, ജോൺ ബ്രിട്ടാസിനെ നിർദ്ദേശിക്കുമ്പോൾ ഈ ക്രൈസിസ് അവിടെ ഉണ്ടാവുന്നില്ല. അവർ പാർട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പാർട്ടി അവരെ എൻഡോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നു, അതങ്ങനെ സൈലൻ്റായി പോകുന്നു. പക്ഷേ കോൺഗ്രസ്സിന് എന്താ പറയുക, ഇതിൻ്റെ രാഷ്ട്രീയം ഏതാണ്ട് മനസ്സിലാവുകയും കോൺഗ്രസ് അതിൽ ഇടപെടാൻ ഒന്ന് ശ്രമിക്കുകയും ചെയ്തതിൻ്റെ തുടർച്ചയിലായിട്ടാണ് അവരൊരു ക്രൈസിസിലേക്ക് പോകുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ വേറൊരു വിരുദ്ധാഭിപ്രായമുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നു, തരൂരും പാർട്ടിയും അകന്നു നിൽക്കുകയാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നു. ഇത് ഈ ക്രൈസിസാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒരു പക്ഷേ അത്തരം ക്രൈസിസ് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഇല്ല എന്നല്ല. കാര്യം കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പാർലമെൻറ്റേറിയനും ഒരു വിശ്വപൗരനാണല്ലോ. വിശ്വപൗരൻ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി അദ്ദേഹം തമ്മിലുള്ള എതിർപ്പിനെ കുറിച്ചൊക്കെ അവർ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ അവിടെ ശശി തരൂർ പുലർത്തേണ്ട ഒരു മാന്യത ഉണ്ടായിരുന്നു.
ജോൺ ബ്രിട്ടാസും കനിമൊഴിയും അതുപോലെ തന്നെ ടി മുഹമ്മദ് ബഷീറൊക്കെ പുലർത്തിയ പോലെ തനിക്ക് നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ, തനിക്ക് സ്വാഗതം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ 4 തവണ തിരഞ്ഞെടുത്ത തനിക്ക് പാർലമെൻറ്റിൽ ഇരിക്കാൻ അവസരം എന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒബ്ലിഗേഷൻ ഉണ്ട്. കാര്യം പാർട്ടി സിസ്റ്റത്തിനകത്താണ് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതൊരു സ്വാഭാവിക പ്രക്രിയ നടന്നുകൊണ്ട് എനിക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നത് നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും കോൺഗ്രസ് മാന്യത കാണിച്ചു. സത്യത്തിലിപ്പോൾ അത്യന്തികമായി നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും കോൺഗ്രസ്സിന് മാന്യത കാണിച്ചു. കോൺഗ്രസ് ആ നിർദ്ദേശം വെട്ടാൻ പോയില്ല, മറിച്ച് എൻഡോഴ്സ് ചെയ്യാൻ ചെയ്തു ശശി തരൂരിനെ. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ് വാസ്തവം പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഈ നിലയ്ക്ക് ഒരു നേട്ടം ഉണ്ടാക്കിയെന്നാണ്. ഇപ്പം നെഗറ്റീവുകളുടെ യുദ്ധമാണല്ലോ. നെഗറ്റീവുകളുടെ യുദ്ധം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നോക്കിയാൽ അല്ലെങ്കിൽ വേറെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് വളരെ മാന്യത കാണിച്ചു. കാര്യം ശശി തരൂർ നിർദ്ദേശിച്ചു, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞങ്ങൾ വേറെ ആൾക്കാരുണ്ട്, ഗോഗോയുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവരെ സ്വീകരിക്കാതെ വേറെ ആൾക്കാർ, ഇപ്പോൾ ഈ കോൺഗ്രസ് നിർദ്ദേശിച്ച ആനന്ദ് സിംഗിനെ മാത്രമാണ്, ആനന്ദ് ശർമ്മയെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ശരി, എന്നിട്ടും അതിന് അംഗീകരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു ഉയർന്ന സ്വഭാവം കാണിച്ചു. ഒരു ദേശീയ തലത്തിൽ തങ്ങളൊരു എന്താ പറയുക, ദേശീയ നിലയ്ക്ക് തങ്ങൾക്ക് ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഏത് തീരുമാനം ഒപ്പം നിൽക്കുന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു വിശാലതയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ പ്രകടമായത്. മറിച്ച് മറ്റേ സ്ഥലത്ത് അങ്ങോട്ട് ഇമ്പോസ് ചെയ്യുന്നത് താൽക്കാലിക രാഷ്ട്രീയ പരിവേഷത്തിൽ എന്താ പറയുക, വളരെ ഇടുങ്ങിയ അല്ലെങ്കിൽ വളരെ പരിവായ ദേശീയത കാഴ്ചപ്പാടിലൊക്കെ ശരിയൊന്നും. പക്ഷേ അത് എപ്പോഴും നിൽക്കുന്നതായിരിക്കില്ല, അതൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടാവും അങ്ങനെ. പക്ഷേ ആ അന്തരീക്ഷം എപ്പോഴും പക്ഷേ രാഷ്ട്രീയമായിട്ട് എല്ലാവരും അങ്ങനെയായിരിക്കില്ല മനസ്സിലാക്കുക. വേറും അത്രയും ആ രീതിയിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനുള്ള വേറെ സംവിധാനം ഇന്ത്യയിലുണ്ട്. ഒരു ചെറിയ വിഭാഗം അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടാവും ഇക്കാര്യം, ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുക്കുക എന്നുള്ളത് തീരുമാനം. പക്ഷേ അതേസമയം കോൺഗ്രസ് വേറെ ഒരു വിശാലത കാണിച്ചു. അവിടെ എനിക്കുള്ള സംശയം, ഇപ്പോൾ ഡോക്ടർ അലി ഖാൻ്റെ വസതിയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സംവിധാനം, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇടിച്ചു കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടിയില്ലാത്തൊരു സംവിധാനത്തിന് മേൽക്കോയ്മയുള്ളൊരു അന്തരീക്ഷം, അത്തരമൊരു അന്തരീക്ഷത്തിൽ ഈ പറയുന്ന എന്താ പറയുക, രാഷ്ട്രീയ മാന്യതയ്ക്കോ രാഷ്ട്രീയ അന്തസ്സിനോ അല്ലെങ്കിൽ ഒരു ഉയർന്ന മര്യാദ കാണിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനത്തിനൊക്കെ എത്രമാത്രം പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. വെച്ചാൽ അങ്ങനെ സ്റ്റീം റോൾ ചെയ്ത് പോവുകയാണല്ലോ ഈ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ഒറ്റ കാഴ്ചയിലേക്ക് പോവുക എന്നുള്ളൊരു രാജീവ്, അങ്ങനത്തെ ഒരു ഏകാധിപത്യ പ്രവണത ഇന്നൊന്നിലും തുടങ്ങിയതല്ല. അത്ര സ്റ്റീം റോളിങ് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. കാര്യം പ്രതിപക്ഷത്തെ അംഗീകരിക്കാതെ പോകുന്നൊരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ മുമ്പും നിലനിൽക്കുന്നുണ്ട്. അത് ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു താൽക്കാലിക പ്രതിഭാസമായി താൽക്കാലികം നിലനിൽക്കുമായിരിക്കും, പക്ഷേ ദീർഘകാലത്തേക്ക് അത് ഗുണകരമായിരിക്കില്ല. അത് ആരാണോ അതിനെ മുന്നോട്ട് അവർ ഗുണകരമായിരിക്കില്ല. ഈ ഇടുങ്ങിയമായ സമീപനം ഇന്നില്ലെങ്കിൽ നാളെ തിരിച്ചറിയപ്പെടും. ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ചില വിലയുണ്ടായിരിക്കാം. നമ്മൾ ലോകചരിത്രത്തിൻ്റെ അനുഭവം മുഴുവനാണ്. ഇത്ര ഇടുങ്ങിയ രാഷ്ട്രീയ നിലപാടുകളെല്ലാം തന്നെ തകർന്നരിപ്പണമായിട്ടുള്ളൂ. കാര്യം അത് താൽക്കാലിക വരെ നേട്ടമുണ്ടാകും, പക്ഷേ താൽക്കാലികതയ്ക്ക് അപ്പുറം ദീർഘകാലത്തേക്കുള്ള രാഷ്ട്രീയ വീക്ഷണമാണെങ്കിൽ അത് പലപ്പോഴും പരാജയപ്പെട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയ വീക്ഷണം ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം, അത് ഇന്ത്യ പോലെ ബൃഹത്തായ രാജ്യം, ബഹുസ്വരമായ രാജ്യം സംബന്ധിച്ചോളം ഒട്ടും ഗുണകരമല്ല. അപ്പോൾ ഡോക്ടർ അലി ഖാനെ ബന്ധപ്പെട്ട കാര്യം, ആ പേരുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുള്ള കാര്യം ഒരു ഭാഗം ചോദിക്കില്ലായിരിക്കാം, ഈ തീവ്രദേശീയയുടെ ഭാഗമായിട്ട് ചോദിക്കില്ല. പക്ഷേ എല്ലാവരും ഇന്ത്യയിലെ ബഹുജനങ്ങൾ മുഴുവൻ തീവ്രദേശീയവാദികളാണെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ചോദ്യം ഉയരും. കാര്യം എല്ലാവർക്കും മനസ്സിലാക്കും. പക്ഷേ ഇവിടെ ഒരു വ്യാഖ്യാനമുണ്ട്. കാര്യം നമുക്കറിയാതെ പോകുന്ന കാര്യം, മാധ്യമങ്ങളുടെ ഭാഗത്തൊരു ചെറിയ തെറ്റുണ്ട്. എന്താണ് ഈ ഡോക്ടർ അലി ഖാൻ പറഞ്ഞതെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴും മാധ്യമങ്ങൾ വിമുഖത കാണിക്കുന്നുണ്ട്. ആ പേരിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചുകൊണ്ട് ഒരു രാജ്യവിരുദ്ധ സ്വഭാവം പ്രകടിപ്പിക്കാനും ശ്രമിക്കും. അവിടെ മാധ്യമങ്ങൾ ശരിയായ വിധത്തിൽ റിപ്പോർട്ട് ചെയ്യണം. പല മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ് കാണുമ്പോൾ ഇന്നിപ്പോൾ ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്, ഡോക്ടർ അലി ഖാൻ്റെ പിതാവിൻ്റെ പിതാവ്, അദ്ദേഹം മഹബൂദാബാദ് രാജ്യത്തിലെ രാജാവായിരുന്നു എന്നും മുസ്ലിം ലീഗിന് ഏറ്റവും അധികം, അതായത് വിഭജനത്തിന് മുമ്പ് മുസ്ലിം ലീഗിന് ഏറ്റവും അധികം ഫണ്ട് നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹമായിരുന്നു എന്നുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അലി ഖാൻ്റെ കുടുംബം പരമ്പര തന്നെ ഏതാണ്ട് രാജ്യദ്രോഹികളായിരുന്നെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ടിങ്ങാണ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത്ര എളുപ്പമല്ലല്ലോ ഈ ഒരു അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും. അല്ല, എളുപ്പമല്ല. കാര്യം തീവ്രദേശീയതയുടെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് വലതുപക്ഷ തീവ്രദേശീയ രാഷ്ട്രീയം ഇത്തരം അവസരങ്ങൾ മുതലെടുക്കുകയും അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതിനെതിരെ പ്രതിരോധങ്ങളും അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളും സമൂഹം നിലനിൽക്കുമ്പോഴാണ് അതൊരു പുതിയ കാര്യമല്ല. കാര്യം ഇത്തരം ഒരു സാഹചര്യം എന്നുള്ള തീവ്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട സാഹചര്യമാണ്. ആ ആഖ്യാനം ബിൽഡപ്പ് ചെയ്യാൻ അതിൻ്റെ പുറത്ത് പരമാവധി മുതലെടുക്കാനും ശ്രമിക്കും. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടി നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രതിപക്ഷ മാധ്യമങ്ങളുണ്ട്, വ്യത്യസ്ത അഭിപ്രായം പറയുന്ന മാധ്യമങ്ങളുണ്ട്, ചോദ്യം ചോദിക്കുന്ന മാധ്യമങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ജനാധിപത്യം ഇന്ത്യയിൽ അടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ കാലങ്ങളായിട്ട്, പുതിയ പ്രവണതയല്ല, കാലങ്ങളായിട്ട് ഈ സമീപനം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ തന്നെ പഹൽഗാമിലെ ഭീകരാക്രമണ ശേഷം പ്രതികാര വാഞ്ചിയോടല്ല ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്.
ആ ഘട്ടത്തിലൊക്കെ തന്നെ വളരെ റിസ്ട്രെയിൻ ചെയ്ത് പറയുന്ന സമയത്ത് യുദ്ധവെറിയല്ല ഇവിടെ പ്രകടിപ്പിച്ച പല മാധ്യമങ്ങളും. യുദ്ധവെറി ഇമ്മീഡിയറ്റ്ലി. കാര്യം നമ്മളതിൻ്റെ കോൺസിക്വൻസ് കുറിച്ചല്ല, പ്രധാനമന്ത്രി ആത്യന്തികമായിട്ട് എന്താണ് പറഞ്ഞത്? യുദ്ധവും ഭീകരതയും ഈ യുഗത്തിന് ചേർന്നല്ല പറഞ്ഞത്. അപ്പോൾ യുദ്ധത്തോട് ഗവൺമെൻറ് സമീപനോട് വ്യക്തമാണ്. കാര്യം യുദ്ധം ചെയ്യാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചില്ല. പക്ഷേ ആ നിമിഷത്തിൽ പോലും, സീസ് ഫയർ ഉണ്ടാകുന്ന നിമിഷത്തിൽ പോലും നിങ്ങൾ ടി വി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന സമയം പല ടി വി ചാനലുകളും ആർത്താഘോഷിക്കാനുണ്ട്. ഈ സീസ് ഫയർ വന്നതിന് ശേഷം ഇന്ത്യയുടെ ബോർഡർ ഏരിയയിൽ വന്നതുപോലെ എന്തോ ഒരു അബദ്ധമായിരുന്നു എന്നുള്ളതാണ്. യുദ്ധമാണ് പല ചാനലുകളും കണ്ടത് അതാണ്. പല ചാനലുകളും നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥന്മാരും വലിയ വിദഗ്ധരും വന്ന ആൾക്കാരും മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാണാൻ പറ്റും. ഗവൺമെൻറ്റും ലോകവും സീസ് ഫയർ സ്വാഗതം ചെയ്ത സമയത്ത്, ആ സമയത്ത് ഒരുപക്ഷേ ഈ ബോർഡർ ഏരിയയിൽ എന്തൊക്കെയോ ഒരു കശപിശ ഉണ്ടായ സമയത്ത് അത് കാരണമായിക്കൊണ്ട് പബ്ലിക്കായി വന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി സീസ് ഫയർ അവസാനിപ്പിച്ചെന്ന് യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് ടെലിവിഷൻ ചാനലിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. വളരെ സൈനിക ഉദ്യോഗസ്ഥർ, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ആൾക്കാരാണ്. അത് അങ്ങനെ ആ നിലപാട് കൊണ്ടുവന്ന, സത്യം പറയുന്നത് ഗവൺമെൻറ് അവരെയാണ് ക്രോസ് ചെയ്യേണ്ട കാര്യം. ഗവൺമെൻറ് തന്നെ ബാധിക്കാൻ പോകുന്ന മാധ്യമങ്ങളാണത്. ഗവൺമെൻറ്റിൻ്റെ പുറത്ത് എക്സ്ട്രാ ഓർഡിനറി പ്രഷർ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ത് സമീപനം എടുക്കാൻ കോൺസിക്വൻസ് അവർ ആലോചിക്കാൻ ബാധ്യതയുണ്ട്. കാര്യം ഈ ചാനലുകളെ പല ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്, മറ്റു രാജ്യങ്ങൾ എന്താ അഭിപ്രായം പറയുന്ന നോക്കണം, ഈ അയൽക്കാരെന്തൊക്കെ പറയുന്ന നോക്കണം, അതുപോലെ തന്നെ ഈ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, സാമ്പത്തിക കോൺസിക്വൻസ് എന്താണ് നോക്കുന്ന ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരുണ്ട്. അതിനെക്കുറിച്ച് അവർ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ആ ജാഗ്രത കൊണ്ട് ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് ഉന്യാസത്തെ നിലനിൽക്കി നിർത്താൻ വേണ്ടിയിരുന്നു. പകരം ഈ യുദ്ധവരി വീണ്ടും ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ യുദ്ധത്തിൻ്റെ ഈ സീസ് ഫയർ വന്നതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഈ സർവകക്ഷി പല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതികളെ വിട്ട് സമയത്തും നമ്മുടെ പല മാധ്യമങ്ങളും ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യം വീണ്ടും സൃഷ്ടിക്കാനുള്ള അവസരങ്ങളാണ്. പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രതികാര വാഞ്ചയോടെ സംസാരിക്കുക. അന്തരീക്ഷം നിലനിൽക്കുന്നില്ല. ഗവൺമെൻറ് അതിന് അനുകൂലമല്ല. പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമം എന്ന് പറയുന്നത് തീവ്രദേശീയയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആഖ്യാനം ഇവർ അതേപടി ആവർത്തിക്കുന്നുള്ളതാണ്. ഗവൺമെൻറ്റില്ലാത്ത താല്പര്യമാണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹത്തിൽ വ്യാപരിക്കും. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിൽ കോടതികളുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇന്ത്യയിലെ കോടതി വളരെ സുശക്തമായി പ്രതികരിക്കുന്ന കോടതികളാണ്. ഇന്ത്യയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ നിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതിന് വ്യത്യസ്തമായിട്ട് അച്ചടി മാധ്യമങ്ങൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട്. ഞാൻ ആ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറയേണ്ട വെച്ചിട്ട കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറയാത്ത വെച്ചിട്ട് മാധ്യമങ്ങൾക്ക് ആ പേര് സൂചിപ്പിക്കേണ്ട അർത്ഥത്തിൽ മാത്രമല്ല, അവർക്കും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പല അഭിപ്രായങ്ങൾ ഇന്ന് ഞാൻ കണ്ട ടെലഗ്രാഫ് പത്രം തലക്കെട്ടത്തിൻ്റെ 2 തരം നീതിയെക്കുറിച്ചാണ്. ഈ ഡോക്ടർ അലിഖാനും അതുപോലെ തന്നെ വിജയ് ഷായ്ക്ക് വ്യത്യസ്തമായ നീതി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അവരുടെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ. അപ്പോൾ അങ്ങനെ പറയുന്ന മാധ്യമങ്ങൾ ഇന്ത്യയിലുണ്ട്, പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷത്തിന് പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു ആഖ്യാനം ഡോമിനേറ്റ് എന്ന് പറയാൻ പറ്റില്ല. താൽക്കാലികം ഇത്തരം മാധ്യമങ്ങളുടെ ഈ വാർത്താ പ്രളയത്തിൽ ഇവർ ഏകപക്ഷീയമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്ന രീതിയിൽ ഇതിലൊക്കെ താൽക്കാലികമായിട്ട് ഡോമിനേഷൻ എല്ലാ കാലത്തേക്കും ഉള്ളതൊന്നുമില്ല. മാധ്യമങ്ങൾ പുറത്തുനിന്ന് ചില ചുമതലയുണ്ട് രാജീവിൻ്റെ അകത്ത്. ഈ ഡോക്ടർ അലിഖാനെ ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടിൻ്റെ സമയത്ത് ആ പോസ്റ്റ് പോയിട്ടുണ്ടാകും. പക്ഷേ ആ പോസ്റ്റിനെ കുറിച്ച് ഉള്ളടക്കം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും പല സ്ഥലങ്ങളിലും അതിൻ്റെ ഭാഗങ്ങൾ അവൈലബിൾ ആണ്. അതെന്താണെന്ന് വിശദീകരിച്ച് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുക എന്താണ് പറഞ്ഞതെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതിപ്പോൾ പല ചാരന്മാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ചാരപ്പുറത്ത് ഏർപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വസ്തുക്കൾ എന്താണ് നമുക്ക് ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അവരെന്തൊക്കെ അവർ പാകിസ്ഥാനിൽ പോയതിൻ്റെ പേരാണ് അറസ്റ്റ്. പലരും ഔദ്യോഗികമായിട്ട് പാകിസ്ഥാനിൽ വിസ മേടിച്ച് പോകാൻ സമീപകാലം വരെ പറ്റുമായിരുന്നു മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് ചാരപ്രവർത്തനത്തിനൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. പക്ഷേ അവർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് തിരിച്ച് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയേണ്ടത്. പക്ഷേ അതുമായിട്ടാണ് പലരും കൂട്ടിച്ചേർത്ത് വായിക്കുക. അത്തരം അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായിട്ട് ഈ അപരവിദ്വേഷം ഈ അവസരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ. പക്ഷേ അവരിന്ന് തുടങ്ങിയതല്ല, അവർക്കൊരു അവസരമായി വന്നു, ആ അവസരം ഉപയോഗിക്കുന്നു മാത്രം. അവർ കാലങ്ങളായിട്ട് അപരവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് വ്യത്യസ്ത അപരവിദ്വേഷമില്ലാത്ത മതേതരത്തിലും മതസൗഹാർദ്ദം വിശ്വസിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരെന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? കാര്യം യുദ്ധവരയുടെ സാഹചര്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. മതേതരത്വവും നിരപേക്ഷതയും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിച്ച പല മാധ്യമങ്ങളും ഒരു ഘട്ടത്തിൽ അവരെ കാലിടറുണ്ട്. പല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ ഡിസ്ഇൻഫർമേഷൻ കൊണ്ട് നിറച്ചിരിക്കുന്നു. പക്ഷേ അവർക്ക് തിരുത്താനുള്ള അവസരം കൂടിയാണ്. കാര്യം ഇതെന്ന് അവർ പറയാനുള്ള അവസരം കൂടി, എന്താണ് വസ്തുത എന്താണെന്നുള്ള കാര്യം അവർ പറയാൻ ബാധ്യത അവർക്കുണ്ട്. കാര്യം ശരിയായ റിപ്പോർട്ടിംഗ് നടത്താനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പേരിലായി മാധ്യമങ്ങൾ താൽക്കാലികമായി ഞാൻ നേട്ടങ്ങളാണ്, പക്ഷേ എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തും നിലനിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. എന്തായാലും പല സംഭവങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ 2 നീതിയുടെ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒന്ന് വിജയ് ഷായും ഒന്ന് ഡോക്ടർ അലിഖാനും. പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട്. പക്ഷേ എങ്കിൽ പോലും വെടിനിർത്തലിൻ്റെ ഒരു സാഹചര്യമുണ്ട്.
അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും, അതിനെ എങ്ങനെയായിരിക്കും നമ്മളുടെ പ്രതിപക്ഷ ശബ്ദങ്ങൾ നേരിടുക, ഏത് വിധത്തിലായിരിക്കും ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകും, ഇതൊക്കെ വളരെ കൗതുകകരവും വളരെ പ്രധാനപ്പെട്ടതുമായ സംഗതികളാണ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.